ഇതുപോലൊരു റൈസ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ചോറ്റുപാത്രം കാലിയാക്കും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മുഴുവനും കഴിച്ചിട്ട് വരും കേട്ടോ. ചോറ്റുപാത്രത്തിൽ ഒരു വറ്റ് പോലും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വേറെ ഒരു കറിയും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കിത് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നെയ്യോ ബട്ടറോ എടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതേ ക്യാരറ്റ് റെഡി ആയി വന്നതിന് ശേഷം ഇത് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു എണ്ണയിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരാൾക്കുള്ള റൈസാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2-3 പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതി കേട്ടോ. പിന്നെ ക്യാരറ്റിനും ബീട്രൂട്ടിനും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോണ്ടോ വേണ്ടത് അതിനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ അതെ ബീട്രൂട്ടും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു എണ്ണയിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ, മസ്റ്റായിട്ടും ചേർക്കണം. ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഇത് രണ്ടുമാണ്. ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയുടെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതേ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഈ ഒരു സവാള ഈ ഒരു പാനിൻ്റെ സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിന് നടുവിലായിട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ കാണിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ മുട്ട ചേർത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടല്ലോ അത് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് കാബേജും അതുപോലെ തന്നെ ബീൻസൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണയിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ബാസ്മതി റൈസാണ് കേട്ടോ ചേർക്കേണ്ടത്. 1 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ വീട്ടിൽ വെക്കണ ചോറ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ റൈസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ അവസാനം കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയുടെ ആ ഒരു എരിവാണ് കേട്ടോ ഈ ഒരു റൈസിന് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഒരു റൈസ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി ഈ ഒരു റൈസ് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. റൈസിൽ നമ്മൾ സോയാ സോസ്, ടൊമാറ്റോ സോസ് അങ്ങനെ ഒരു സോസും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.